നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള മേഖലകളിൽ തിങ്കളാഴ്ച കടകൾ തുറക്കാൻ അനുമതി. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ അനുവദിച്ചു സർക്കാർ. ബലിപെരുന്നാൾ പ്രമാണിച്ചാണ് ഇളവ് അനുവദിച്ചത്. ആരാധനാലയങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ വാക്സിൻ എടുത്തവർക്ക് പ്രവേശിക്കാൻ അനുമതി. മലപ്പുറത്തിന്റെ സുഗമമായ ഭരണനിർവഹണത്തിനും വികസനത്തിനും വേണ്ടി തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട SDPI സമരസഹായം സംഘടിപ്പിച്ചു. തുഞ്ചത്ത് എഴുത്തച്ഛൻ പ്രതിമ തിരൂരിൽ സ്ഥാപിക്കണമെന്ന ആവശ്യമുയർത്തി തിരൂർ നിവാസി കൂട്ടായ്മ. തിരൂരിൽ പ്രതീകാത്മക രാമായണ പാരായണം നടത്തി. മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൂട്ടായ്മ ഭാരവാഹികൾ നിവേദനവും നൽകി. കേരളത്തിൽ ആശങ്കയുടെ കോവിഡ് കണക്കുകൾ വർദ്ധിക്കുന്നു. 16,148 പേർക്ക് രോഗബാധ. മലപ്പുറത്ത് DPR ഗണ്യമായി ഉയർന്നു. 2033 രോഗികൾ. DPR 16.99%. വിശദമായ വാർത്തകളിലേക്ക്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള മേഖലകളിൽ തിങ്കളാഴ്ച കടകൾ തുറക്കാൻ അനുമതി. ബലിപെരുന്നാൾ പ്രമാണിച്ചാണ് ഇളവ് അനുവദിച്ചിട്ടുള്ളത്. ആരാധനാലയങ്ങൾ വാക്സിൻ എടുത്തവർക്ക് പ്രവേശിക്കാൻ അനുമതി നൽകി. രോഗവ്യാപന തോതനുസരിച്ച് നിയന്ത്രണങ്ങൾ കൂടുതൽ ഇളവുകൾ അനുവദിച്ചു. ബലിപെരുന്നാൾ പ്രമാണിച്ചാണ് കൂടുതൽ ഇളവുകൾ അനുവദിച്ചിട്ടുള്ളത്. TPR നിരക്ക് കൂടിയ D വിഭാഗത്തിൽപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത തിങ്കളാഴ്ച കടകൾ തുറക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കടകൾ തുറക്കാനാണ് അനുമതി നൽകിയിട്ടുള്ളത്. ബലിപെരുന്നാൾ പ്രമാണിച്ച് A, B, C കാറ്റഗറിയിൽപ്പെട്ട പ്രദേശങ്ങളിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ കടകൾ തുറക്കാൻ നേരത്തെ അനുമതി നൽകിയിരുന്നു. A, B കാറ്റഗറിയിൽ ഇലക്ട്രോണിക് ഷോപ്പുകൾ, വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവ തുറക്കാൻ അനുമതി നൽകി. ആരാധനാലയങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ 40 പേർക്ക് പ്രവേശനം അനുവദിക്കും. 1 ഡോസ് വാക്സിനെങ്കിലും എടുത്തവർക്കാണ് പ്രവേശനം അനുവദിക്കുക. A, B കാറ്റഗറിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ ബ്യൂട്ടി പാർലറുകൾ, ബാർബർ ഷോപ്പ് എന്നിവ പ്രവർത്തിക്കാം. A, B കാറ്റഗറിയിൽ സിനിമാ ഷൂട്ടിങ്ങിനും അനുമതിയുണ്ട്. ഇവിടെയും 1 ഡോസ് വാക്സിനെങ്കിലും എടുത്തവർക്കാണ് പ്രവേശനാനുമതി. മലപ്പുറത്തിന്റെ സുഗമമായ ഭരണനിർവഹണത്തിനും വികസനത്തിനും വേണ്ടി തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് SDPI സമരസായനം സംഘടിപ്പിച്ചു. തിരൂരിൽ NCR സംസ്ഥാന ട്രഷറർ KP റഹ്മത്തുള്ളയും താനൂരിൽ ജില്ലാ ജനറൽ സെക്രട്ടറി AK അബ്ദുൽ മജീദ് മാസ്റ്ററും മംഗലത്ത് ജില്ലാ കമ്മിറ്റി അംഗം റഹീസ് പുറത്തൂരും ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല പ്രഖ്യാപിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് SDPI മലപ്പുറം ജില്ലാ കമ്മിറ്റി ജൂൺ 16 തുടക്കം കുറിച്ച സമരമാസം പരിപാടിയുടെ ഭാഗമായാണ് SDPI തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ സായന ധർണ സംഘടിപ്പിച്ചത്. ധർണ NCHROA സംസ്ഥാന ട്രഷറർ KP റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ സമഗ്ര വികസനത്തിന് ജില്ലയുടെ വിഭജനം മാത്രമാണ് പരിഹാരമെന്ന് അദ്ദേഹം പറഞ്ഞു. PDP തിരൂർ മേഖലാ ട്രഷറർ ഹാരിസ് ഇരിങ്ങാവൂർ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തിരൂർ ഡിവിഷൻ പ്രസിഡന്റ് CH ബഷീർ, വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി, വ്യാപാരി ഏകോപന സമിതി തിരൂർ യൂണിറ്റ് ട്രഷറർ അബ്ദുൾ റഷീദ് ചക്കങ്ങൽ, ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ KK അബ്ദുൾ റസാഖ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഷാഫി സബ്ക, ഹംസ അനര, ഇബ്രാഹിം പുത്തൻതോട്ടിൽ, നജീബ് തിരൂർ, യാഹു, കബീർ, അഷ്റഫ്, ഷഫീഖ്, റഫീഖ് കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. SDPI മംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരസായനം ജില്ലാ കമ്മിറ്റി അംഗം റഹീസ് പുറത്തൂർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് ആനുപാതികമായിട്ട് കോവിഡ് വാക്സിനേഷൻ സെന്ററുകളെ നിലനിൽക്കുന്നില്ല, ഇന്ന് ലഭ്യമല്ല. തിരുവനന്തപുരത്ത് പകുതിയിലധികം ജനങ്ങൾക്ക് 31 ലക്ഷമുള്ള തിരുവനന്തപുരത്ത് പകുതിയിലധികം ജനങ്ങൾക്ക് വാക്സിനേഷൻ നൽകാൻ സാധിച്ചുവെങ്കിലും 42 ലക്ഷത്തോളം അനൗദ്യോഗികമായി പറയുകയാണെങ്കിൽ 1.5 കോടിയിലധികം ജനങ്ങൾ മലപ്പുറം ജില്ലയിലുണ്ട്. വെൽഫെയർ പാർട്ടി തവനൂർ മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി മംഗലം, SDPI മംഗലം മേഖലാ സെക്രട്ടറി ആബിദ് വെട്ടം, ക്യാമ്പസ് ഫ്രണ്ട് മംഗലം ഏരിയ പ്രസിഡന്റ് സമീഹ് മംഗലം, കുഞ്ഞീത് നാലകത്ത്, അഷ്റഫ് പുറത്തൂർ, അബ്ദുൾ റസാഖ് തൃത്തല്ലൂർ, റസാഖ് പെരുന്തല്ലൂർ, റാഫി തലക്കാട്, ഷംസുദ്ദീൻ പുറത്തൂർ, സാലിത്ത് പെരുന്തല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. സമരമാസത്തിന്റെ ഭാഗമായി SDPI താനൂർ മണ്ഡലം കമ്മിറ്റി സമരസായനം സംഘടിപ്പിച്ചു. താനൂർ മൂലക്കലിൽ നടന്ന പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി AK അബ്ദുൽ മജീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സദഖത്തുൽ അധ്യക്ഷനായിരുന്നു. NP അഷ്റഫ്, ഹംസ ഹാജി പനയത്തിൽ, EK ഫൈസൽ, ഷാജി വിശാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നവാസ് ഒഴൂർ, അൻവർ മൂലക്കൽ, ഹാരിസ്, അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. താനൂർ പഞ്ചായത്തിൽ വിവിധ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥരില്ലാത്തത് വലിയ പ്രതിസന്ധി തീർക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിച്ച ജനങ്ങളുടെ ദുരിതമകറ്റണമെന്ന് മുസ്ലിം ലീഗ് താനൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് രാജ് ആക്ടിന് വിരുദ്ധമായി പാർട്ടി സ്ഥാപനങ്ങളിൽ വെച്ച ജനകീയ ആസൂത്രണ അപേക്ഷകൾ ചില ഇടതംഗങ്ങൾ വിതരണം ചെയ്യുന്നതായും സമഗ്ര പച്ചക്കറി വികസന പദ്ധതി ബ്ലോക്ക് തല ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചതായും ലീഗ് നേതാക്കൾ ആരോപിച്ചു. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പഞ്ചായത്തിലെ വ്യത്യസ്ത വകുപ്പുകൾക്ക് കീഴിൽ വേണ്ടത്ര ജീവനക്കാരില്ലാത്തത് ജനങ്ങൾക്ക് ഇരട്ടി പ്രഹരമായിരിക്കുകയാണ്. താനൂർ കൃഷി ഓഫീസിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ജീവനക്കാരില്ലാത്തതാണ് ജനങ്ങളെ വലച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് സ്ഥലമാറ്റം ലഭിച്ച കൃഷി ഓഫീസർക്ക് പകരം പുതിയ നിയമനം ഇതുവരെയും നടന്നിട്ടില്ല. അസിസ്റ്റന്റ് ട്രെയിനിയെയും ക്ലർക്കിനെയും വെച്ചാണ് കൃഷി ഓഫീസിന്റെ ദൈനംദിന കാര്യങ്ങൾ തള്ളി നീക്കുന്നതെന്നും ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി വ്യത്യസ്ത കാർഷിക പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാത്തത്
കാര്യങ്ങൾ അവതാളത്തിലാക്കിയിരിക്കുകയാണെന്നും ലീഗ് ഭാരവാഹികൾ പറഞ്ഞു. താനാളൂർ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങളുണ്ട്. കൃഷി ഓഫീസ്, അതുപോലെ തന്നെ PHC കുടുംബാരോഗ്യ കേന്ദ്രം. ഇവിടെയൊക്കെ ഇപ്പോൾ ആവശ്യമായ ജീവനക്കാരില്ലാത്തതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കൃഷി ഓഫീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2021-22 കാലഘട്ടത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ നിർവഹണം നടത്തേണ്ട ഘട്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട പ്രധാന കേന്ദ്രമായ കൃഷി ഓഫീസിൽ അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥൻ കൃഷി ഓഫീസർ 1 വർഷത്തോളമായിട്ട് നമ്മുടെ താനാൾ കൃഷി ഓഫീസിലില്ല. കഴിഞ്ഞ സെപ്റ്റംബർ മാസം വരെ മാത്രമാണ് അവിടെ ഒരു കൃഷി ഓഫീസർ ഉണ്ടായിട്ടുള്ളത്. താനാളൂർ ചുങ്കത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് കോവിഡ് ടെസ്റ്റിനും വാക്സിനേഷനും മഴക്കാല അസുഖങ്ങൾക്കും കേന്ദ്രത്തിൽ നിന്ന് ജനങ്ങൾക്ക് പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളതെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. നൂറുകണക്കിന് ആളുകളാണ് താനാളൂർ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചികിത്സക്കായി വരുന്നത്. അവിടെ 4 ഡോക്ടർമാരായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അവിടെ 2 ഡോക്ടർമാരാണുള്ളത്. അതുപോലെ തന്നെ നേഴ്സുമാരുടെ 2 ഒഴിവ് അവിടെ നിലനിൽക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കോവിഡ് വാക്സിനേഷൻ അതുപോലെ തന്നെ ടെസ്റ്റുകളിലൊക്കെ വലിയ പ്രയാസം ഇവിടെ വരുന്ന രോഗികൾക്ക് ഉണ്ടാവുന്നുണ്ട്. കോവിഡ് കാലത്ത് ഗ്രാമസഭകൾ ചേരാൻ സാധിക്കാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. പഞ്ചായത്ത് രാജ് ആക്ടിന് വിരുദ്ധമായി പാർട്ടി സ്ഥാപനങ്ങളിൽ വെച്ച് ജനകീയാസൂത്രണ അപേക്ഷകൾ ചില ഇടത് അംഗങ്ങൾ വിതരണം ചെയ്തതായും സർക്കാരിന്റെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതി ബ്ലോക്ക് തല ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ബ്ലോക്ക് പ്രസിഡന്റ് പകരം പഞ്ചായത്ത് പ്രസിഡന്റിനെ അധ്യക്ഷയാക്കി പ്രോട്ടോകോൾ ലംഘനം നടത്തിയത് പ്രതിഷേധാർഹമാണെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. സ്വജനപക്ഷപാതവും രാഷ്ട്രീയ താല്പര്യവും വെച്ച് മാത്രമാണ് ഇവിടെ CPM ഭരണസമിതി കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോരുന്നത്. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വ്യക്തിഗത ആനുകൂല്യം ലഭിക്കേണ്ട സമയത്ത് ഇവർ ഈ കോവിഡ് മഹാമാരി കാലം ആയതുകൊണ്ട് ഗ്രാമസഭകളൊന്നും നടക്കാറില്ല. അതൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവരുടെ ഓഫീസുകളുണ്ട്. ഇപ്പോൾ 10ാം വാർഡിലൊരു ഓഫീസുണ്ട്, AKG സെൻറ്റർ ഓഫീസ്, അതുപോലെ തന്നെ CPM ഓഫീസ്. ഇവരുടെ മെമ്പർമാരുള്ള ഓഫീസിൽ ഈ ഓഫീസുകളിലേക്കാണ് ഇവർ ആളുകളെ അപേക്ഷ സ്വീകരിക്കാനും അപേക്ഷ കൊടുക്കാനും ഒക്കെ ആളുകളെ വിളിച്ചു വരുത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് KV മൊയ്തീൻകുട്ടി, സെക്രട്ടറി TP റസാഖ്, TPM മുഹസിൻ ബാബു, നാസർ മാസ്റ്റർ, PP ബഷീർ, ചാത്തേരി സുലൈമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തിരൂർ നഗരസഭാ കോമ്പൗണ്ടിനകത്ത് ആരംഭിച്ച ജനകീയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് തിങ്കളാഴ്ച നടക്കുമെന്ന് ചെയർപേഴ്സൺ AP നസീമ അറിയിച്ചു. മത്സ്യകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ചെയർപേഴ്സന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിക്കുമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. തിരൂർ നഗരസഭാ കോമ്പൗണ്ടിനകത്ത് ആരംഭിച്ച ജനകീയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് തിങ്കളാഴ്ച നടക്കുമെന്ന് ചെയർപേഴ്സൺ AP നസീമ അറിയിച്ചു. തിരൂർ നഗരസഭയുടെ കോമ്പൗണ്ടിലായിട്ട് ഒരു പടുതാക്കുളം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ വളരെ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയും നമ്മുടെ കണ്ടിജന്റ് ജീവനക്കാർ വളരെ നന്നായി പരിപാലിച്ച് ഇപ്പോൾ അത് വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ട്. അത് വരുന്ന തിങ്കളാഴ്ച 11 മണിക്ക് അതിൻ്റെ വിളവെടുപ്പ് നടത്തി പൊതുജനങ്ങൾക്ക് വിൽക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് എടുക്കുകയും അത് വളരെ നിർധനരായ ആളുകൾക്ക് ഒരു സമാശ്വാസത്തിന് വേണ്ടി നൽകാനുമാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. നഗരസഭയുടെ കോമ്പൗണ്ടിനകത്തെ പടുത്താക്കുളത്തിലാണ് കൃഷി ചെയ്തിരുന്നത്. വിളവെടുപ്പിനോടനുബന്ധിച്ച മിതമായ വിലയ്ക്ക് മത്സ്യവില്പനയും ഉണ്ടാകും. മത്സ്യകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ചെയർപേഴ്സന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. ഒരു ഇടവേള. തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ തിരൂരിൽ സ്ഥാപിക്കണമെന്ന ആവശ്യമുയർത്തി തിരൂർ നിവാസി കൂട്ടായ്മ രംഗത്ത്. പ്രതീകാത്മകമായി രാമായണ പാരായണം നടത്തിയാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. പരിപാടി DG മുരളി അയ്യർ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി V അബ്ദുറഹ്മാനും MLA, നഗരസഭാ ചെയർപേഴ്സൺ എന്നിവർക്കും നിവേദനം നൽകി. ശ്രീരാമ രാമ രാമ. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിരൂരിൽ അദ്ദേഹത്തിന് അനുയോജ്യമായ സ്ഥലത്ത് ആ മഹാരാജന്റെ ഓർമ്മയ്ക്കായി ഒരു പ്രതിമ നിർമ്മിച്ച് ആദരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരൂർ നിവാസി കൂട്ടായ്മ രംഗത്തെത്തിയത്. രാമായണ മാസമായ കർക്കിടകം 1 ആധ്യാത്മ രാമായണത്തിന്റെ പിതാവ് കൂടിയായ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി പ്രതീകാത്മകമായി രാമായണ പാരായണം നടത്തി. DG മുരളി അയ്യർ ഉദ്ഘാടനം ചെയ്തു. തിരൂർ നിവാസികളുടെ വളരെ കാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു ആദരം നൽകണമെന്നുള്ളത്. നമുക്കറിയാം, ലോകത്തിലെ എല്ലാ സ്ഥലത്തും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ജന്മദേശമായ തിരൂരിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നത്
നമ്മളെയൊക്കെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും അതിന്റെ പ്രായോഗികതയും പ്രപഞ്ചമുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസ്തുത പ്രതിമ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ, തിരു MLA കുർക്കോളി മൊയ്തീൻ, തിരു മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ എന്നിവർക്ക് നിവേദനം നൽകി. നിവാസി കൂട്ടായ്മ ഭാരവാഹികളായ അരുൺ ചമ്ര, മുബാറക് കൊടപ്പനക്കൽ, MM അലി, ബിജു അമ്പായത്തിൽ, വിശ്വൻ തിരൂർ, മനോജ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തിരൂരങ്ങാടി ജില്ലാ അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10-ന് ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. ജില്ലയിൽ സ്കൗട്ട് യൂണിറ്റിന് തുടക്കമിടുകയും പിന്നീട് ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ, സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മീഷണർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന NJ മത്തായി മാസ്റ്ററുടെ നാമധേയത്തിലാണ് ആസ്ഥാന മന്ദിരം പ്രവർത്തിക്കുക. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തിരൂരങ്ങാടി ജില്ലാ അസോസിയേഷൻ ആസ്ഥാന മന്ദിരം തിങ്കളാഴ്ച രാവിലെ 10-ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ സ്കൗട്ട് യൂണിറ്റിന് തുടക്കമിടുകയും പിന്നീട് ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ, സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മീഷണർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന NJ മത്തായി മാസ്റ്ററുടെ നാമധേയത്തിലാണ് ആസ്ഥാന മന്ദിരം പ്രവർത്തിക്കുക. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ചടങ്ങിൽ അധ്യക്ഷയാകുമെന്ന് സംഘാടകർ പറഞ്ഞു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ തിരങ്ങാടി ജില്ലാ കേന്ദ്രം കേരളത്തിൻ്റെ ബഹുമാന്യനായ കായിക റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അവർകൾ താനൂർ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അടുത്ത തിങ്കളാഴ്ച 19-ാം തീയതി രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. 50 വർഷം മുമ്പ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മത്തായി മാസ്റ്റർ തുടക്കം കുറിച്ച ആദ്യ സ്കൗട്ട് ട്രൂപ്പിൽ അംഗങ്ങളായിരുന്ന 20 പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ പ്രീ പ്രൈമറി, പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 380 യൂണിറ്റുകളിലായി 11,000-ലധികം ബണ്ണി, കബ്സ്, ബുൾബുൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളുണ്ട്. പ്രസ്ഥാനത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം എന്ന സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിക്കപ്പെടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞൊരു വേളയാണ്. കാരണം ഏകദേശം 10-12,000 കുട്ടികളുടെ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി ഞങ്ങൾക്കൊരു ആസ്ഥാനം, ഓഫീസ് പ്രവർത്തനങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാൻ വളരെ അത്യാവശ്യമായി കൊണ്ടിരുന്നൊരു സമയത്ത് ഞങ്ങളുടെ ആവശ്യകത കണ്ടറിഞ്ഞ് ഒരു മഹാമനസ്കത നമ്മുടെ ബഹുമാനനായ പ്രസിഡന്റ് കാണിച്ചു. ആ തരത്തിൽ എല്ലാവരും ഇത് ഏറ്റെടുത്തതിൻ്റെ ഭാഗമായി മറ്റന്നാൾ തിങ്കളാഴ്ച ജൂലൈ 19-ന് ഞങ്ങളുടെ ആ ഒരു സ്വപ്നം സഫലമാകുകയാണ്. ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ M ഗണേശൻ, ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തിരൂരങ്ങാടി ജില്ലാ സെക്രട്ടറി CV അരവിന്ദ്, ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ ബിജി മാത്യു, സ്കൂൾ PTA പ്രസിഡന്റ് E അനോജ്, SMC ചെയർമാൻ അനിൽ തലപ്പള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടീം തിരൂർ ഖത്തർ സംഘടിപ്പിച്ച യൂറോ ആൻഡ് കോപ്പ അമേരിക്ക ഫുട്ബോൾ പ്രവചന മത്സരത്തിലെ വിജയികളെ തെരഞ്ഞെടുത്തു. 61 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ടീം തിരൂർ ഖത്തർ ഈയിടെ നടത്തിയ യൂറോ കപ്പ് ആൻഡ് കോപ്പ അമേരിക്ക പ്രഡിക്ഷൻ വിന്നേഴ്സിനെ ഇവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ടീം തിരൂർ ഖത്തറിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. 3 അംഗങ്ങളാണ് യോഗ്യരായ എല്ലാത്തിനും ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ടീം തിരൂർ ഖത്തറിന്റെ നേതൃത്വത്തിലാണ് യൂറോ ആൻഡ് കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി പ്രവചന മത്സരം സംഘടിപ്പിച്ചത്. 61 പേരിൽ സിനാദ്, സഹബാസ്, സബാബ് എന്നിവർ ശരിയായ ഉത്തരം നൽകി വിജയികളായി. ടീം തിരൂർ ഖത്തർ പ്രസിഡന്റ് അഷ്റഫ് ചിറക്കൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സലീം കൈനിക്കര, ജാഫർ റീറ്റെയിൽമാർ, നൌഷാദ് പൂക്കയിൽ, സാബിർ, അബ്ദുള്ള തർമൽ എന്നിവർ നറുക്കെടുപ്പിലൂടെ വിജയികളെ കണ്ടെത്തി. ദാവൂദ്, ജഷീൽ, ഹംസ, ഷംസുദ്ദീൻ, അഫ്സൽ, അർഷാദ്, ഉമർ, ഷമീർ എന്നിവർ സംബന്ധിച്ചു. വെട്ടം തലക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മാങ്ങാട്ടിരി പാലം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വ. സൈനുദ്ദീൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് നിവേദനം നൽകി. നിലവിലുള്ള പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യം. പടിഞ്ഞാറക്കര അഴിമുഖത്തേക്കും തീരദേശ ഗ്രാമങ്ങളിലേക്കും എത്തിച്ചേരുന്നതിനുള്ള തിരൂർ നിവാസികളുടെ പ്രധാന മാർഗമായ വടക്കേങ്ങാടി അരിക്കാഞ്ചിറ പാതയിലെ മാങ്ങാട്ടിരി പാലം നവീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വ. സൈനുദ്ദീൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P. മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയത്. അരനൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ഈ പാലത്തിലൂടെ കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാൻ കഴിയുന്ന വീതി മാത്രമേ ഉള്ളൂ. ഒരു വാഹനം വന്നാൽ മറ്റൊരു വാഹനം കടന്നു പോകുന്നത് വരെ വാഹനങ്ങൾ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ്. പടിഞ്ഞാറക്കര അഴിമുഖത്ത് ടൂറിസം മേഖലയിലേക്കും കൂടാതെ മലയാള സർവകലാശാലയ്ക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ പോകുന്ന സ്ഥലത്തേക്കും അടക്കം ഈ പാലം വഴിയാണ് കടന്നു പോകേണ്ടത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക്
വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉന്നയിക്കുകയും അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കൂട്ടായി അഴിമുഖം വളരെ വേഗത്തിൽ ടൂറിസത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറക്കര അഴിമുഖം സസ്പെൻഷൻ ബ്രിഡ്ജ് വരുന്നതോടുകൂടി അവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കും. പറവണ്ണ തീരവും വളരെ താമസിയാതെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും. നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ആ തീരവും സന്ദർശിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ തിരൂരിൽ നിന്ന്, കുറ്റിപ്പുറത്തു നിന്നും, പൊന്നാനി ചമ്മരവട്ടം ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഈ മേഖലയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴിയാണ് തിരൂർ മാങ്ങാട്ടിരി പാലം വഴിയുള്ള യാത്ര. മാത്രമല്ല, ആ പാലത്തോട് ചേർന്നാണ് മലയാള സർവകലാശാല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ ക്യാമ്പസ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിലുള്ള യാത്രകൾ, വാഹന ഗതാഗതം ആ മേഖലയിലൂടെ വരികയാണ്. ഇപ്പോൾ 50 കൊല്ലത്തിലധികമായി പണിതിട്ടുള്ള ആ പാലം ഒരു ഭാഗത്തേക്ക് മാത്രം ഗതാഗത യോഗ്യമായിട്ടുള്ള ഒരു പാലമാണ്. തീർച്ചയായിട്ടും ആ പാലം മറ്റൊരു പാലം കൂടി സമാന്തരമായി നിർമ്മിച്ച് 2 ഭാഗത്തേക്കും യാത്ര ചെയ്യാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് മന്ത്രി. നിലവിൽ തന്നെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന പ്രദേശത്ത് വരും കാലങ്ങളിൽ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുമെന്നിരിക്കെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലവർധനയിൽ പ്രതിഷേധിച്ച് തലക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നോർത്ത് ബി പി അങ്ങാടി പെട്രോൾ പമ്പിന് മുന്നിൽ പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രാജേഷ് അധ്യക്ഷനായിരുന്നു. ആദ്യ ഒപ്പ് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ എ പത്മകുമാർ രേഖപ്പെടുത്തി. ടി കുഞ്ഞമുട്ടി, അബ്ദുൾ റഷീദ് എന്ന ഭാവ, അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ, നാരായണൻ പൂക്കൈത എന്നിവർ സംസാരിച്ചു. പി ടി ജയദേവൻ, ടി വി എം കോയ, മോഹനൻ, സമീർ പൂക്കയിൽ, അലി, നൌഫൽ മേച്ചേരി, ഹംസ മുന്നഴിക്കാട്ടിൽ, പ്രേമ, ഖദീജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. രാമായണ മാസാചരണത്തിന് തുടക്കം. ഇനി 1 മാസക്കാലം വീടുകളിലും ക്ഷേത്രാങ്കണങ്ങളിലും രാമനാമ സങ്കീർത്തനത്തിന്റെ നാളുകൾ. മഹാമാരിയുടെ കാലത്ത് ആദിയും വ്യാധിയും അകറ്റാനുള്ള രാമായണ പാരായണത്താൽ ഓരോ സന്ധ്യകളും അനുഗ്രഹീതമാകും. കർക്കിടകത്തിലെ രാമായണ പാരായണവും ശ്രവണവും ഏറെ പുണ്യമെന്നാണ് വിശ്വാസം. ദുഃഖ ദുരിതമകറ്റി സർവൈശ്വര്യം പകരുമെന്ന പ്രത്യാശയും രാമായണകാലം പകരുന്നുണ്ട്. ഓണക്കാലത്തെയും പൊൻചിങ്ങത്തെയും വരവേൽക്കാനുള്ള കാത്തിരിപ്പ് കൂടിയാണ് രാമായണകാലം. ശ്രീരാമ ശ്രീപദേ സീതാപതേ രാമ കാരുണ്യവാരിധേ കൈതൊഴുന്നേ. രാമായണത്തിന്റെ പുണ്യം നിറച്ച് ഒരു കർക്കിടകം കൂടി വന്നു ചേർന്നു. ആത്മീയമായ ആനന്ദത്തിന്റെ നാളുകളിലേക്ക് ഉണരുകയാണ് ഹൈന്ദവ വിശ്വാസിയുടെ മനസ്സും ശരീരവും ഒരിക്കൽ കൂടി. ഭക്തി നിറയുന്ന രാമായണ പാരായണത്തിനപ്പുറം മനസ്സിന്റെ പരിവർത്തനം ലക്ഷ്യമാക്കുന്നു എന്നതുകൂടി രാമായണ മാസാചരണം കൊണ്ട് ലക്ഷ്യമാക്കുന്നുണ്ട്. പൗരാണിക കാലം മുതൽ തന്നെ ഹിന്ദുക്കൾ രാമായണ പാരായണത്തിന് അതീവ പ്രാധാന്യവും വൈശിഷ്ട്യവും കൽപ്പിച്ചു പോരുന്നു. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്നിങ്ങനെ 7 കാണ്ഡങ്ങളിലായി 24,000 ശ്ലോകങ്ങളാണ് വാൽമീകി രാമായണത്തിലുള്ളത്. രാമായണ പാരായണം പല ദോഷപരിഹാരങ്ങൾക്കും അത്യുത്തമമായി കരുതി വരുന്നു. 7 കാണ്ഡങ്ങളിൽ സുന്ദരകാന്ഡമാണ് ഏറ്റവും വിശിഷ്ടമായി ഭക്തജനങ്ങൾ കരുതുന്നത്. പാരായണ മഹാത്മ്യം ഏറ്റവും കൂടുതലുള്ളത് സുന്ദരകാന്ഡത്തിനാണ്. ഭക്താഗ്രേസരനായ ഹനുമാൻ ലങ്കയിലെത്തി സീതയെ കാണുന്നതും രാമനാമാങ്കിതമായ അങ്കുലീയം സീതയ്ക്ക് നൽകുന്നതും പകരം രാമന് നൽകാൻ സീത ചൂടാരത്നം നൽകുന്നതും തുടർന്നുള്ള ലങ്കാദഹനവും മറ്റുമാണ് സുന്ദരകാന്ഡത്തിന്റെ പ്രതിപാദ്യം. സങ്കടമോചനം, വിഘ്ന നിവാരണം, ഐശ്വര്യം തുടങ്ങിയവയൊക്കെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ് സുന്ദരകാന്ഡ പാരായണം. സർവ്വരോഗ നിവാരണം, ആയുസ്, പുത്രമിത്രാദി വിരോധനാശം, ഗൃണമോചനം, ശത്രുജയം, സന്താനലാഭം, സർവാർത്ഥ സിദ്ധി എന്നിവയൊക്കെ രാമായണ പാരായണം കൊണ്ട് സിദ്ധിക്കുന്നു എന്നതാണ് വിശ്വാസം. ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ
കർക്കിടക മാസത്തിൽ ദശപുഷ്പം ചൂടുന്നത് രോഗശമനത്തിനും പരിഹാരത്തിനും നല്ലതാണെന്നും ഹൈന്ദവർക്കിടയിൽ വിശ്വാസമുണ്ട്. വീടുകളിലെ പാരായണം നടക്കുമെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയതിനാൽ ക്ഷേത്രങ്ങളിലെ കർക്കിടക മാസാചരണം ആഘോഷപൂർവമായ ചടങ്ങുകളോടെ ഇത്തവണ നടക്കില്ല. മനസ്സിലെ അജ്ഞാനമാകുന്ന അന്ധകാരം നീക്കി വിജ്ഞാനമാകുന്ന പ്രകാശം പരത്തുന്നതിനു വേണ്ടിയാണ് രാമായണ പാരായണവും രാമായണ ശ്രവണവും കർക്കിടക മാസത്തിൽ നിർബന്ധമാക്കുന്നത്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകും. കോവിഡ് സാഹചര്യത്തിൽ കർശന ആരോഗ്യ മുൻകരുതലുകൾ പാലിച്ചാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, രാജ്യത്തെ താമസക്കാരായ വിദേശികളും ഉൾപ്പെട്ട ആഭ്യന്തര തീർത്ഥാടകർ ശനി ഞായർ ദിവസങ്ങളായി മക്കയിലെത്തുക. കോവിഡ് ശക്തമായതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആർക്കും ഈ വർഷവും ഹജ്ജിന് അനുമതി നൽകിയിട്ടില്ല. 30 ലക്ഷത്തോളം ആളുകൾ സംഗമിക്കാറുള്ള ഹജ്ജിന് ഇത്തവണ 60,000 പേർക്ക് മാത്രമാണ് അനുമതിയുള്ളത്. തിങ്കളാഴ്ചയാണ് അറഫ സംഗമം. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണകൾ ഉയർത്തി ഭക്തിസാന്ദ്രമായ മറ്റൊരു ഹജ്ജ് തീർത്ഥാടന കാലം കൂടി ആരംഭിക്കുന്നു. കോവിഡ് സാഹചര്യത്തിൽ കർശന ആരോഗ്യ മുൻകരുതലുകൾ പാലിച്ചാണ് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുക. സൗദിയിൽ നിന്നുള്ള ഹജ്ജാജിമാർക്ക് മാത്രമാണ് ഇത്തവണ പ്രവേശനം. കോവിഡ് ശക്തമായതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആർക്കും ഈ വർഷവും ഹജ്ജിന് അനുമതി നൽകിയിട്ടില്ല. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സാധാരണത്തേതിൽ നിന്ന് 1/5 ഭാഗം ആളുകൾക്ക് മാത്രമാണ് ഹജ്ജിന് അനുമതിയുള്ളൂ. തിങ്കളാഴ്ചയാണ് അറഫ സംഗമം. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൗരന്മാരും രാജ്യത്തെ താമസക്കാരായ വിദേശികൾ ഉൾപ്പെടെ ആഭ്യന്തര തീർത്ഥാടകർ ശനി ഞായർ ദിവസങ്ങളിലായി മക്കയിലെത്തും. 30 ലക്ഷത്തോളം ആളുകൾ സംഗമിക്കാറുള്ള ഹജ്ജിന് ഇത്തവണ 60,000 പേർക്ക് മാത്രമാണ് അനുമതി. രജിസ്റ്റർ ചെയ്ത 5,58,200 പേരിൽ നിന്നാണ് 60,000 പേരെ തെരഞ്ഞെടുത്തത്. ഇവരെ 20 പേരുടെ സംഘമാക്കി 3000 ബസ്സുകളിലായി തീർത്ഥാടന സ്ഥലത്തേക്ക് എത്തിക്കും. ഹംറ പള്ളിയിലെ കഅബ പ്രദർശനത്തിന് ശേഷം തീർത്ഥാടകർ മിനായിലേക്ക് പോകും. ഞായറാഴ്ച മിനായിൽ താമസിച്ച ശരീരവും മനസ്സും ഹജ്ജിനായി ഒരുക്കുന്നതോടെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമാകും. ഇബ്രാഹിം നബിയുടെ പത്നി ഹാജറ ബീവിയുടെ മകൻ ഇസ്മായിൽ നബിയുടെയും ഓർമ്മകൾ അയവിറക്കാനാണ് വിശ്വാസികൾ ഹജ്ജ് കർമ്മങ്ങളിൽ മുഴുകുന്നത്. മകനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിയർത്ത ശേഷമാണ് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങുക. രാമകഥാപുണ്യവും രാമായണശീലികളും നിറഞ്ഞു നിന്ന കർക്കിടക പുലരിൽ ഏഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കിടകം 1 മുതൽ മേൽശാന്തി ശ്രീകാന്ത് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും ഭൈഷ്യയുടെ നേതൃത്വത്തിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണവും ആരംഭിച്ചു. കർക്കിടക മാസത്തിൽ ദിവസവും വൈകിട്ട് ഭഗവത് സേവയും നടത്തപ്പെടും. വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി തിരൂർ ഏഴൂർ 7 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹപൂർവ്വം വിദ്യാർത്ഥികൾക്ക് പദ്ധതിക്ക് തുടക്കം. കുറുക്കോളി മൊയ്തീൻ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ MLA വിതരണം ചെയ്തു. മഹാമാരിക്കാലത്ത് വിദ്യാർത്ഥികൾക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങാവുകയാണ് ഏഴൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന 7 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്ന സ്നേഹപൂർവ്വം വിദ്യാർത്ഥികൾക്ക് പദ്ധതിക്ക് തുടക്കമായി. കുറുക്കോളി മൊയ്തീൻ MLA അംഗനവാടി അധ്യാപിക തങ്കമണിക്ക് പഠനോപകരണങ്ങൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർ നജിമുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, MDPS UP സ്കൂൾ ഹെഡ്മാസ്റ്റർ റഫീഖ്, അടിക്കാട്ടിൽ സെയ്താലിക്കുട്ടി, റഹീം മേച്ചേരി, സുലൈമാൻ കല്ലിങ്ങൽ, 7 സ്റ്റാർ പ്രസിഡന്റ് ഷാഫി മാലപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം നടത്തുന്നത് ഇത്തരം സംഘടനകളാണ്. കാരണം നന്മ നടന്ന കൂട്ടായ്മകളാണ് ഒരു നാടിന്റെ സാമൂഹികമായ പുരോഗതിക്ക് ഏറ്റവും വലിയ നിദാനമായിട്ടുള്ളത്. 110 മീറ്റർ ഹഡിൽസിൽ അണ്ടർ 90 വിഭാഗത്തിന്റെ ലോക റാങ്കിങ്ങിൽ 3ാമനായ താനൂർ കേപുരം സ്വദേശി മുഹമ്മദ് ഹനാൻ ദേശീയ ജൂനിയർ അത്ലറ്റിക് ടീം ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ടാണ് വിവരം പുറത്തുവന്നത്. കായിക വകുപ്പ് ഹനാന് 1 ലക്ഷം രൂപയുടെ സ്പോർട്സ് കിറ്റ് സമ്മാനിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. 110 മീറ്റർ ഹഡിൽസിൽ അണ്ടർ 90 വിഭാഗത്തിൽ ലോക റാങ്കിങ്ങിൽ 3ാമനായ താനൂർ കേപുരം സ്വദേശി മുഹമ്മദ് ഹനാൻ ദേശീയ ജൂനിയർ അത്ലറ്റിക് ടീം ക്യാമ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കെനിയയിലെ നെയ്റോബിയിൽ നടക്കുന്ന അണ്ടർ 20 ലോക അത്ലറ്റിക് മീറ്റിനുള്ള ടീമിനായാണ് ക്യാമ്പ്. ഈ വർഷം ഫെബ്രുവരിയിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന ദക്ഷിണ മേഖല ജൂനിയർ മീറ്റിൽ 1ാമതെത്തിയാണ് ഹനാനെ ലോക റാങ്കിങ്ങിൽ മുൻനിരയിലെത്തിച്ചത്. താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയാണ്. കേപുരം വെള്ളച്ചാലിൽ അബ്ദുൽ കരീം നൂർജഹാൻ ദമ്പതികളുടെ മകനാണ്. തിരുവങ്ങാടിൽ കായികാധ്യാപകൻ കൂടിയായ സഹോദരൻ മുഹമ്മദ് അർഷാദിന്റെ പരിശീലനത്തിലാണ് ഹനാൻ കുതിക്കുന്നത്. ഇതിനിടെ കായിക വകുപ്പ് ഹനാന് 1 ലക്ഷം രൂപയുടെ സ്പോർട്സ് കിറ്റ് സമ്മാനിക്കുന്ന വിവരം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. ജൂലൈ 20-ന് തിരൂരിൽ നടക്കുന്ന ചടങ്ങിൽ കിറ്റ് സമ്മാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഇടവേള കൂടി.
വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ ആശങ്കയേറ്റി കോവിഡ് പ്രതിദിന കണക്ക് കുതിക്കുന്നു. 16,148 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കൂട്ടപരിശോധന ഉൾപ്പെടെ 24 മണിക്കൂറിനിടെ 1,50,108 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്ന് 16,148 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 1,50,108 പേരെ പരിശോധിച്ചിരുന്നു. പരിശോധനയുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 114 പേര് ഇന്ന് കോവിഡ് മൂലം മരണമടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആകെ 1,24,779 പേരാണ് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് 16,148 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 2,105, മലപ്പുറം 2,033, എറണാകുളം 1,908, തൃശൂർ 1,758, കൊല്ലം 1,304, പാലക്കാട് 1,140, കണ്ണൂർ 1,084, തിരുവനന്തപുരം 1,025, കോട്ടയം 890, ആലപ്പുഴ 866, കാസർഗോഡ് 731, പത്തനംതിട്ട 500, വയനാട് 494, ഇടുക്കി 310 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കൂട്ടപരിശോധന ഉൾപ്പെടെ കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 1,50,108 സാമ്പിളാണ് പരിശോധിച്ചത്. കൂട്ടപരിശോധനയുടെ കൂടുതൽ ഫലങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.76 ആണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 114 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 15,269 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 62 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നവരാണ്. 15,269 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 742 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 75 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 13,197 പേർ രോഗമുക്തി നേടി. മലപ്പുറം ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വൻതോതിൽ വർദ്ധിച്ചു. 2,033 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. DPR 16.99% ഉയർന്നു. മലപ്പുറം ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്നു. ശനിയാഴ്ച 16.99% പ്രതിദിന TPR എന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 2,033 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 2,502 പേർ കോവിഡ് ബാധയ്ക്ക് ശേഷം രോഗമുക്തരാവുകയും ചെയ്തു. ഇതോടെ ജില്ലയിൽ കോവിഡ് മുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,45,640 പേരായി. ശനിയാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 1,983 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 23 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ 4 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലേക്ക് തിരിച്ചെത്തിയ 22 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 52,131 പേർ ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നു. 18,906 പേരാണ് ചികിത്സയിലുള്ളത്. ജില്ലയിൽ ഇതുവരെ 1,362 പേരാണ് കോവിഡ് മൂലം മരിച്ചത്. മംഗലം പഞ്ചായത്ത് 16-ാം വാർഡിൽ മെമ്പറുടെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും അറിവോടെ മണൽ കടത്തി വിൽപ്പന നടത്തിയെന്നാരോപിച്ച് CPM കൂട്ടായി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. CPM മംഗലം ലോക്കൽ സെക്രട്ടറി A. പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മംഗലം ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ മെമ്പറുടെയും ലീഗ് നേതൃത്വത്തിന്റെയും അറിവോടെ മണൽ കടത്തി വിൽപ്പന നടത്തിയെന്നാരോപിച്ചാണ് CPM കൂട്ടായി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കൂട്ടായി ടൗണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A. പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഈ 20 വാർഡിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 1 രൂപയ്ക്ക് പൊതു മണലെടുത്തുകൊണ്ട് പൊതു വസ്തുക്കൾ എടുത്തുകൊണ്ട് വിറ്റു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും? അപ്പൊ ഇവിടെ മാത്രം എന്തുകൊണ്ട് നടന്നു? പരിശോധിക്കപ്പെടേണ്ടത്. ഞങ്ങള് ആർക്കും എതിരല്ല, വ്യക്തിപരമായ ഒരു വിഷയവുമല്ല ഇത് സർക്കാരിന്റെ സമ്പത്ത് കൊള്ളയടിച്ച് വിറ്റതുമായി ബന്ധപ്പെട്ട വിഷയം. CP കാലത്തുകുട്ടി, KM ഭാവ, KP ഫഹദ്, UV പുരുഷോത്തമൻ, PC റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. PV കുമാരൻ, RP മുജീബ്, AV ആബിദ്, അനീഷ്, മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. താനൂരിൽ 2 ഇടങ്ങളിലായി വ്യത്യസ്ത അപകടം. ടാങ്കറും മത്സ്യവുമായി പോകുന്ന മിനി ലോറിയും അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. ശനിയാഴ്ച ഉച്ചയോടെയാണ് താനൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് മത്സ്യവുമായി പോകുകയായിരുന്ന മിനി ലോറി താനൂർ ചിറക്കൽ അപകടത്തിൽപ്പെട്ടത്. ലോറി മറിഞ്ഞതോടെ ലോറിയിലുണ്ടായിരുന്ന മത്സ്യം റോഡിൽ ചിതറി. അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ല. താനൂർ പോലീസും നാട്ടുകാരും എത്തി മിനി ലോറി ഉയർത്തുകയും മത്സ്യം റോഡിൽ നിന്ന് മാറ്റുകയായിരുന്നു. വട്ടത്താണിയിൽ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് മറ്റൊരു അപകടമുണ്ടായി. എറണാകുളത്ത് നിന്നും കൊണ്ടോട്ടിയിലേക്ക് പെട്രോളുമായി പോകുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ മറ്റൊരു വാഹനം വന്നതോടെ ടാങ്കർ വെട്ടിക്കുകയായിരുന്നു. ഇതോടെ റോഡ് സൈഡിലേക്ക് തെന്നിമാറിയാണ് അപകടമുണ്ടായത്. കർഷക പ്രശ്ന പരിഹാരത്തിനായി താനൂർ ബ്ലോക്ക് കർഷക സഭ സംഘടിപ്പിച്ചു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സൽമത്ത് ഉദ്ഘാടനം ചെയ്തു. കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ താനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സൈഫുന്നിസ TK അവതരിപ്പിച്ചു. കർഷക പ്രശ്ന പരിഹാരത്തിനായി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കർഷക സഭ സംഘടിപ്പിച്ചു.
താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അഷ്റഫ് അധ്യക്ഷനായിരുന്നു. ആളുകളുടെ കൃഷിയോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയതോ എന്തോ, മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലവാരം ഒരു വ്യത്യസ്ത രൂപത്തിലൂടെ മാറിപ്പോയതോ എന്തോ, നാച്ചുറൽ കൃഷി ഇന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇന്ന് അതൊരു കാലാവസ്ഥയുടെ വ്യതിയാനം എന്ന് പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാം, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഉള്ളുകൊണ്ട് ആലോചിച്ച് നോക്കുക, കൃഷിയെ സ്നേഹിക്കുന്ന പുതിയ തലമുറയുണ്ടാവും. എന്നു മുതലാണ് കൃഷി നമുക്ക് അന്യമായി പോയത്. ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ അതിരുകൾ അടക്കപ്പെട്ടു കഴിഞ്ഞാൽ കേരളീയർ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, പൂർണ്ണമായി പട്ടിണിയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് നമ്മൾ സ്വയമേ ആർജിച്ചെടുത്ത നമ്മുടെ ഇച്ഛാശക്തി പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന രീതിയിലേക്ക് കൃഷി സംബന്ധമായ പ്രവർത്തനങ്ങളുടെ ഒരു 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 കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. താനൂർ മുനിസിപ്പൽ ചെയർമാൻ PP ഷംസുദ്ദീൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PC നജ്മത്ത്, ഷംസിയ സുബൈർ, കുണ്ടിൽ ഹാജറ, ലിബാസ് മൊയ്തീൻ, ഒഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിന പാലേരി, നിറമതിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ, താനാള് പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമ പൊതുവത്ത, ആബിദ എന്നിവരടക്കമുള്ള ജനപ്രതിനിധികളും കർഷകരും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ ഓൺലൈനായി പങ്കെടുത്തു. താനൂർ മുനിസിപ്പാലിറ്റിയിലെയും വിവിധ പഞ്ചായത്തുകളിലെയും കാർഷിക പ്രശ്നങ്ങൾ പരിപാടിയിൽ അവതരിപ്പിച്ചു. നിലവിലുള്ള സംവിധാനത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചു. ഉന്നത തലങ്ങളിൽ പരിഹരിക്കേണ്ടവ ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നടപടികളും സ്വീകരിച്ചു. കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ താനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സൈഫുനിസ യോഗത്തിൽ അവതരിപ്പിച്ചു. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിയാസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു. വിവാദങ്ങൾക്കൊടുവിൽ സമൃദ്ധിയായ ഊണ് വിളമ്പി കോട്ട്വെട്ടത്തെ ജനകീയ ഹോട്ടൽ. ജൂലൈ 9 ചേർന്ന ബോർഡ് യോഗത്തിൽ സ്പെഷ്യൽ അജണ്ട വെച്ച് പ്രവർത്തനാനുമതിക്ക് അംഗീകാരം ലഭിച്ചതോടെയാണ് വ്യാഴാഴ്ച മുതൽ വെട്ടം ഇല്ലത്തപ്പടിയിൽ സമൃദ്ധി ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗീകാരം ലഭിച്ച സമൃദ്ധി ജനകീയ ഹോട്ടലിന് പുതിയ ഭരണസമിതി തടസ്സം നിന്നതോടെയാണ് സമൃദ്ധി ജനകീയ ഹോട്ടൽ വിവാദക്കുരുക്കിൽപ്പെട്ട് പ്രവർത്തനാനുമതിക്ക് കാലതാമസം നേരിട്ടത്. ജൂലൈ 9 ചേർന്ന ബോർഡ് യോഗത്തിൽ സ്പെഷ്യൽ അജണ്ട വെച്ച് പ്രവർത്തനാനുമതിക്ക് അംഗീകാരം ലഭിച്ചതോടെയാണ് വ്യാഴാഴ്ച മുതൽ വെട്ടം ഇല്ലത്തപ്പടിയിൽ സമൃദ്ധി ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത്. 2 ലക്ഷം രൂപയാണ് ഹോട്ടലിന്റെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി പഞ്ചായത്ത് മാറ്റിവെച്ചത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് വരെയാണ് പ്രവർത്തന സമയം. സമീപ പ്രദേശങ്ങളിലുള്ള കുടുംബശ്രീ പ്രവർത്തകരായ വിലാസിനി, ഷീജ, സുധ, ഷൈനി, ബിനീഷ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ഉച്ചയൂണിന് മാത്രമായി 100ഓളം ആളുകളാണ് വരുന്നത്. 20 രൂപയാണ് ഊണിന് വില. ഇതിൽ ജില്ലാ മിഷൻ 10 രൂപ സബ്സിഡി നൽകും. മാവേലി സ്റ്റോറിൽ നിന്ന് 10 രൂപ 50 പൈസ നിരക്കിൽ അരി ലഭിക്കും. ലാഭകരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ദിവസവും ഊണിനായി വരുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണെന്നും CDS ചെയർപേഴ്സൺ M സാബിറ പറഞ്ഞു. ഉച്ചഭക്ഷണത്തിന് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ 20 രൂപ നിരക്കിലാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാർസലായിട്ടാണെന്നുണ്ടെങ്കിൽ 25 രൂപ നിരക്കിലാണ്. പിന്നെ അതുകൂടാതെ രാവിലെ പൊറോട്ട, മീൻകറി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പുട്ട്, ഇഡ്ഡലിയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ തുടങ്ങണം എന്നുള്ള നാളെ മറ്റന്നാൾ കണ്ടിട്ട് അത് ഞങ്ങൾ തുടങ്ങും. അതേപോലെ വൈകുന്നേരം സ്നാക്സ്, ചായ ഉണ്ടാവും. വൈകുന്നേരം 5 മണി വരെയാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിൽ വാക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് സമീപമുള്ള തൃപ്തി ജനകീയ ഹോട്ടലിനും താമസിയാതെ പ്രവർത്തനാനുമതി നൽകുമെന്നാണ് സൂചന. താനാളൂർ കേപ്പുരം സ്വദേശി പുന്നക്കൽ സുനിൽ നിര്യാതനായി. 48 വയസ്സായിരുന്നു. കോവിഡ് ബാധിതനായി കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പരേതനായ ദാമോദരനാണ് പിതാവ്. മീനാക്ഷിയാണ് മാതാവ്. രമ്യ ഭാര്യയും. ആദി കൃഷ്ണ, അതുൽ കൃഷ്ണ എന്നിവർ മക്കളാണ്. പുന്നക്കൽ സുനിലിന്റെ നിര്യാണത്തിൽ പുത്തൻതെരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുശോചനം സംഘടിപ്പിച്ചു. യോഗത്തിൽ കൂട്ടായ്മയുടെ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. എൻ്റെ പുത്തൻതെരു വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻ TK സിറാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗിരിവാസൻ, സുധാകരൻ, ബഷീർ കളത്തിങ് തുടങ്ങിയവർ സംസാരിച്ചു. PT മുഹമ്മദ് റഫീഖ് സ്വാഗതവും PM മുസ്തഫ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള മേഖലകളിൽ തിങ്കളാഴ്ച കടകൾ തുറക്കാൻ അനുമതി. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ അനുവദിച്ചു സർക്കാർ. ബലിപെരുന്നാൾ പ്രമാണിച്ചാണ് ഇളവ് അനുവദിച്ചത്. ആരാധനാലയങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ വാക്സിൻ എടുത്തവർക്ക് പ്രവേശിക്കാൻ അനുമതി. മലപ്പുറത്തിന്റെ സുഗമമായ ഭരണനിർവഹണത്തിനും വികസനത്തിനും വേണ്ടി തിരൂർ ആസ്ഥാനമായി പുതിയ ജില്ല പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട SDPI സമരസഹായം സംഘടിപ്പിച്ചു. തുഞ്ചത്തെഴുത്തച്ഛൻ പ്രതിമ തിരൂരിൽ സ്ഥാപിക്കണമെന്ന ആവശ്യമുയർത്തി തിരൂർ നിവാസി കൂട്ടായ്മ. തിരൂരിൽ പ്രതീകാത്മക രാമായണ പാരായണം നടത്തി. മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൂട്ടായ്മ ഭാരവാഹികൾ നിവേദനവും നൽകി. കേരളത്തിൽ ആശങ്കയുടെ കോവിഡ് കണക്കുകൾ വർദ്ധിക്കുന്നു. 16,148 പേർക്ക് രോഗബാധ. മലപ്പുറത്ത് DPR ഗണ്യമായി ഉയർന്നു. 2033 രോഗികൾ. DPR 16.99%. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.